ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കനത്ത മഴയിൽ മുത്തപ്പൻ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ, ചെമ്പുകടവ് പുഴയിലും ഇരുവഴിഞ്ഞി പുഴയിലും മലവെള്ളപ്പാച്ചിൽ. കോടഞ്ചേരി പഞ്ചായത്തിലെ നാരങ്ങത്തോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പോലീസിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് പുഴയിലിറങ്ങിയ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി റഫീഖ് തോട്ടുമുക്കം ചേരുന്നുണ്ട്. റഫീഖ്, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലയിലാണ് കനത്ത മഴ തുടരുന്നത്. ഇപ്പോഴും മഴയുള്ള ഒരു സാഹചര്യമാണോ? ഒപ്പം തന്നെ ഈ കോടഞ്ചേരി പഞ്ചായത്തിലെ നാരങ്ങത്തോട് പതങ്കയം വെള്ളച്ചാട്ടത്തിലാണ് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിൽ വന്നിരിക്കുന്നത്. ഈ പോലീസിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് പുഴയിൽ ഇറങ്ങിയ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. അവരെ രക്ഷിക്കാനായോ? വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മലയിൽ, അതായത് വനാതിർത്തിയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇരുവഞ്ഞിപ്പുഴയിലും അതുപോലെ ചാലിപ്പുഴയിലുമാണ് ഇത്തരത്തിൽ പെട്ടെന്ന് അതിശക്തമായ രീതിയിൽ മഴവെള്ളം വന്നിട്ടുള്ളത്. നിലവിൽ പോലീസിന്റെയും അതുപോലെ അവിടുത്തെ നാട്ടുകാരുടെയും വാക്കുകൾ കേൾക്കാതെ ഉള്ളിലേക്ക് പോയ ആളുകളാണ് ഇതിൽ കുടുങ്ങിക്കിടന്ന് പെട്ടെന്ന് അവർ പാറപ്പുറത്തും മറ്റും ആയി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിൽക്കുമായിരുന്നു. നിലവിൽ മുക്കം ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും അവിടെയുള്ള നാട്ടുകാർ തന്നെ ഇവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസം പതങ്കയത്തെ ഒരു യുവാവ് വെള്ളത്തിൽ മുങ്ങി മരിച്ചതിനെ തുടർന്ന് അപകട സാധ്യതകൾ കണക്കിലെടുത്ത് അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അവിടെ മുകളിലേക്ക് കയറാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാലും പഞ്ചായത്തിന്റെയും അതുപോലെ അവിടെ ഒരു ഹോം ഗാർഡിനെ നിയമിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് ഇത്തരത്തിൽ നാട്ടുകാരുടെയും അതുപോലെ പോലീസിന്റെ ഒക്കെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ കുറെ ഉള്ളിലേക്ക് പോയ നിരവധി പേരാണ് ഇത്തരത്തിൽ പെട്ടെന്ന് വെള്ളം വന്നതിനെ തുടർന്ന് പ്രശ്നത്തിൽപ്പെട്ടത്. എന്തായാലും നിലവിൽ മഴ സാധ്യതകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഈ മലവെള്ളപ്പാച്ചിലിന് അത് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൃന്ദ, റഫീഖ്, മലയോര മേഖലയിൽ ഇപ്പോഴും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ? ഒപ്പം തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്, മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ടാകും അല്ലെ? തീർച്ചയായും ഇത് ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്തും അതുപോലെ ചാലിപ്പുഴയുടെ തീരത്തും ഒക്കെ ഉള്ളവർക്ക് ഈ മുകളിൽ നിന്നുള്ള മലവെള്ളപ്പാച്ചിൽ കണ്ടപ്പോൾ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. പുഴ തീരത്തേക്ക് ഇറങ്ങരുതെന്നും അതുപോലെ പുഴയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി പോകണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നിലവിൽ ഇപ്പോൾ അവിടെ ശാന്തമാണ്. നിലവിൽ താഴ്ഭാഗത്ത് വലിയ തോതിലുള്ള മഴയൊന്നും ഇന്ന് കാര്യമായിട്ടുള്ള മഴ തന്നെ ഇല്ല എന്ന് തന്നെയാണ് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ഇവിടെ മഴയില്ലാത്തൊരവസ്ഥ തന്നെയാണ്. പക്ഷേ ഇത് മലയ്ക്കുള്ളിൽ, അതായത് വനത്തിനുള്ളിൽ പെയ്ത മഴയുടെ ശക്തി കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഭാഗത്തേക്ക് വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ നാരങ്ങത്തോട് പതങ്കയം ഭാഗങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായി ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപകടത്തിൽ മരണമടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമാക്കിയിട്ടുണ്ടോ? തീർച്ചയായും, ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഒരു യുവാവ് വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടിരുന്നു. അതിന് ദൃക്സാക്ഷിയാണ് ഞാനടക്കമുള്ള ആളുകളാണ് ആ വെള്ളത്തിനുള്ളിൽ നിന്നും ആ മൃതദേഹം പുറത്തെടുത്തത്. അതിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തന്നെ അത് പഞ്ചായത്തുകളിലും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ അറിയിച്ച് പെട്ടെന്ന് തന്നെ തീരുമാനമായിരുന്നു. അതിനുശേഷം അവിടെ വേലികളൊക്കെ കെട്ടിയിരുന്നു, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ 5 മണിക്ക് ശേഷം ടൂറിസ്റ്റുകൾക്ക് വരാത്ത രീതിയിലൊക്കെ അങ്ങനെ പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് പോലും ജനങ്ങൾ, ഈ വരുന്ന യുവാക്കളും ആളുകളൊക്കെ ആരും പറഞ്ഞത് കേൾക്കാതെ ഉള്ളിലേക്ക് പോകുന്നൊരവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതിനൊരു മാറ്റം വന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു അപകട സാധ്യത കുറയൂ എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത്. അതുകൊണ്ട് ഈ ടൂറിസ്റ്റുകൾ അവിടെയുള്ള നാട്ടുകാരെയും അതുപോലെ പോലീസിന്റെ ഒക്കെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ അവരുടെ ഇഷ്ടത്തിന് പോകുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് പറയാൻ പറ്റുക.
തീർച്ചയായും കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. ഈ വനത്തിനുള്ളിൽ പെയ്ത അപ്രതീക്ഷിത മഴയിലാണ് മുത്തപ്പൻ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. ചെമ്പുകടവ് പുഴയിലും ഇരുവഞ്ഞി പുഴയിലും അടക്കം തന്നെ മലവെള്ളപ്പാച്ചിലുണ്ട്. കോടഞ്ചേരി പഞ്ചായത്തിലെ നാരങ്ങത്തോട് പതങ്കയം വെള്ളച്ചാട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പോലീസിന്റെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് പുഴയിൽ ഇറങ്ങിയ നിരവധി പേർ കുടുങ്ങിക്കിടന്നിരുന്നത്. ഇവരെയെല്ലാം തന്നെ രക്ഷിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു റഫീഖ് തോട്ടുമുക്കം.